നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. വിമാനത്തിൽ കയറണമെങ്കിൽ ഗർഭപരിശോധന നിശ്ചയമായി നടത്തണം. യുവതി നേരിട്ട ഒരു ദുരനുഭവമാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത്. അമേരിക്കയുടെ ഭാഗമായ വെസ്റ്റേൺ പസഫിക് ദ്വീപിലേക്ക് പോകാനെത്തിയ യുവതിക്ക് വിമാനത്താവളത്തിൽ നേരിട്ടത് ജീവനക്കാരിൽ നിന്നുള്ള മോശം പെരുമാറ്റമെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അമ്മയ്ക്കൊപ്പം ഹോങ്കോങ് വിമാനത്താവളത്തിൽ നിന്നും സെയ്പാൻ ദ്വീപിലേക്ക് പോകാനെത്തിയ ജപ്പാൻകാരിയോടാണ് ജീവനക്കാരുടെ ഈ ക്രൂരത എന്ന് വേണം ഓർക്കാൻ. ഹോങ്കോങ് വിമാനത്താവളത്തിലെത്തിയ മിരോതി നിഷിതനാണ് ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. മിദോരി എന്ന വനിത 25 വയസ്സുകാരിയാണ്. ഹോങ്കോങ് എക്സ്പ്രസ് വിമാനത്തിൽ കയറാനെത്തിയ മിദോരിയെ തടഞ്ഞ ജീവനക്കാർ അവരെ വിമാനത്താവളത്തിലുള്ള ഒരു പൊതു ശുചിമുറിയിലേക്ക് കൊണ്ടുപോയിരുന്നു. ഗർഭപരിശോധനയ്ക്കുള്ള സ്ട്രിപ്പിൽ മൂത്രമൊഴിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. നവംബറിലാണ് സംഭവം നടന്നത്. താൻ ഗർഭിണിയല്ലെന്ന് യുവതി അറിയിച്ചിട്ടും ജീവനക്കാർ വഴങ്ങിയില്ല എന്നത് വളരെ മോശം തന്നെയാണ്. യാത്ര ചെയ്യാൻ ആരോഗ്യമുണ്ടോ എന്ന് അറിയണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം എന്നത്. മിദോരിയുടെ ശരീരം കണ്ടിട്ട് ഗർഭിണിയാണോ എന്ന് സംശയിക്കുന്നുണ്ടെന്നാണ് ഇവരുടെ വാദം. പരിശോധനാ ഫലം നെഗറ്റീവായിരുന്നു. ജീവനക്കാരുടെ പെരുമാറ്റം അങ്ങേയറ്റം മനുഷ്യത്വരഹിതവും നിരാശപ്പെടുത്തുന്നതുമായിരുന്നുവെന്ന് മിദോരി വാൾസ്ട്രീറ്റ് ജേർണലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. താൻ സെയ്പാനിൽ ജനിച്ചയാളാണെന്നും 20 വർഷത്തിലേറെയായി കുടുംബത്തോടൊപ്പം അവിടെ താമസിച്ചു വരികയാണെന്നും യുവതി പറയുന്നുണ്ട്. മിദോരിക്ക് നേരിട്ട ബുദ്ധിമുട്ടിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായി എയർലൈൻസ് അധികൃതർ പിന്നീട് പ്രതികരിക്കുകയും ചെയ്തു. US-ലേക്കുള്ള കുടിയേറ്റ നിയമങ്ങൾ ദുരുപയോഗിക്കുന്നത് തടയാൻ 2019 ഫെബ്രുവരി മുതൽ സെയ്പാനിലേക്കുള്ള വിമാനങ്ങളിൽ ഇത്തരം പരിശോധന നടക്കുന്നുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. കുട്ടികൾക്ക് അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നതിന് വേണ്ടി സ്ത്രീകൾ എത്തുന്നതിലൂടെ പ്രശസ്തമായ സ്ഥലമാണ് സെയ്പാൻ. 2018 വിദേശ ടൂറിസ്റ്റുകളുടെ 600-ൽ ഏറെ കുട്ടികളാണ് ഇവിടെ ജനിച്ചത്. ഇവരിൽ 575 പേരും ചൈനക്കാരായ അമ്മമാരുടെ കുട്ടികളാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. ചൈനക്കാരായ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ 2009 വിസ ഫ്രീ പ്രവേശനം അനുവദിച്ചതോടെയാണ് ഈ പ്രവണത കൂടി വന്നത്. കുട്ടികൾക്ക് ജന്മം നൽകാൻ മാത്രം ഇവിടേക്ക് ടൂറിസ്റ്റുകൾ എത്തി തുടങ്ങിയതോടെ അടുത്ത കാലത്തായി ഇത്തരക്കാരുടെ വരവിൽ സെയ്പാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതിലൂടെയാണ് ഇത്തരത്തിൽ ദുരനുഭവം യുവതിക്ക് നേരിടേണ്ടി വന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.